ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ അവഗണന അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സ് മൂലമോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് മൂലമോ അല്ലെങ്കിൽ ഓഫീസിലോ അങ്ങനെ ആരെങ്കിലും നമ്മളെ എപ്പോഴും അവഗണിച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ ലൈഫിൽ ഇവരെയൊക്കെ ഫേസ് ചെയ്തേ മതിയാകും. ചിലർ വളരെ മോശമായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും. ഇവർ മറ്റുള്ളവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായിരിക്കും. കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം അവർക്ക് ഒരു വിധത്തിലുള്ള ലഹരിയായിരിക്കും. ഇങ്ങനെയുള്ളവരിൽ കുറച്ച് പേര് നിങ്ങളുടെ വർക്ക് ആൻഡ് സക്സസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ട് അസൂയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ടാക്കും. എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് തപ്പി നടക്കുന്ന ഒരു ചില വിഭാഗം ആൾക്കാർ. സോ ഇങ്ങനെയുള്ള അവരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഹൗ ടു റെസ്പോണ്ട് ദം. ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ അവരോട് ദേഷ്യപ്പെടും, അല്ലേ? ഇത് തന്നെയാണ് വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണവും. നിങ്ങൾ ദേഷ്യപ്പെടുത്തുന്ന വ്യക്തി നിങ്ങളെ ദേഷ്യപ്പെടണമെന്ന് കരുതി തന്നെ മനഃപൂർവ്വമായിട്ടാണ് നിങ്ങളെ കളിയാക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബാഡായി ഫീൽ ചെയ്യും, നിങ്ങൾ ദേഷ്യപ്പെടും, നിങ്ങളുടെ ഫേസ് ചേഞ്ച് ആവും. ഇങ്ങനെ നിങ്ങൾ മാറുകയാണെങ്കിൽ ആ ഒരു കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും നിങ്ങൾ അംഗീകരിച്ചു എന്നത് തന്നെയാണ് അർത്ഥം. മറുവശത്ത് നമ്മളെ കളിയാക്കിയ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അവന് ദേഷ്യം വരുന്നുണ്ട്. സോ നമ്മുടെ പ്ലാൻ വർക്കാവുന്നുണ്ട്. കാരണം അവർ അത് തന്നെയാണ് പ്രതീക്ഷിച്ചതും. അവരുടെ ആ ഒരു പ്ലാൻ പ്രകാരം നിങ്ങളെ ദേഷ്യപ്പെടുത്തി നിങ്ങളെ ബാഡായി ഫീൽ ചെയ്യിപ്പിക്കണമെന്നായിരുന്നു. അത് അവർ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും. സോ നിങ്ങൾ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട്. സോ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുന്നത് നല്ലൊരു പ്രതികരണമേ അല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? ഫസ്റ്റ് വൺ, ഇൻസൾട്ടിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. രണ്ടാമത്, ഇൻസൾട്ടിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്തു തന്നെ വന്നാലും നമ്മളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യരുത്. പക്ഷേ അതിനെതിരെ കറക്റ്റായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ദേഷ്യത്തിലാണെന്ന് നമ്മെ കളിയാക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാകാൻ പാടില്ല. നമ്മൾ കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കണം. നമ്മെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൗനം പാലിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ മൗനം പാലിച്ചാൽ ആ ഒരു ഇൻസൾട്ട് തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിൽ. അവരെന്നെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പ്രതികരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു എക്സാക്റ്റ് മൊമെൻ്റ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ കുറച്ച് ദിവസത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് കൃത്യസമയത്ത് തന്നെ മറുപടി കൊടുക്കണം. പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെടാനും പാടില്ല. ദേഷ്യപ്പെടാതെ കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് ആലോചിച്ച് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കതായ മറുപടി തന്നെ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഫണ്ണി ആയിട്ട് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ സമയത്തുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടെൻഷനായിട്ടുള്ളൊരു സിറ്റുവേഷൻ തമാശ രീതിയിലേക്ക് ഒരു പക്ഷേ മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഫണ്ണിയായ റെസ്പോൺസ് അവർക്ക് നേരെ തിരിയാനും ഒരു പക്ഷേ ചാൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ്, നീ എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, നിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് ഒരു വിധത്തിലും കൊള്ളില്ല. അപ്പോൾ നിങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കുക, താങ്കളെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വസ്ത്രധാരണ രീതി ശീലിച്ചത്. ആദ്യം അത് നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാനത് നോക്കി ചേഞ്ച് ചെയ്തോളാം എന്ന് പറയുക. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ജോക്സ് ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു പറയാം. ഈ ഒരു താങ്ക് യു പറയുന്നതിലൂടെ അവരുടെ ഇൻസൾട്ടിനെ നിങ്ങൾ യാതൊരു വിധത്തിലും നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല എന്നും ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇവരെന്താണ് പറയുന്നത്, അവരെ അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോ, നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി താങ്ക് യു പറയുന്നതിലൂടെ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് കുറച്ചൊന്ന് ടെൻഷനാവും അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഇൻസൾട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് രണ്ടാമത്തെ വഴിയാണ് ഇഗ്നോർ. നമുക്ക് ചെറിയൊരു കഥ പറയാം. ഒരിക്കൽ ബുദ്ധൻ ധ്യാനത്തിലായിരുന്നു. അപ്പോൾ അതുവഴി ഒരു വ്യക്തി കടന്നു പോകാൻ ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ വ്യക്തിയുടെ ദൃഷ്ടിയിൽ ബുദ്ധൻ പെട്ടു. ബുദ്ധന് ആവശ്യമില്ലാത്ത കുറേ എന്തൊക്കെയോ പറഞ്ഞു. ബുദ്ധൻ ഒന്നും വേണ്ടിയില്ല, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. അവസാനം അയാൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ താങ്കളോടാണ് സംസാരിക്കുന്നത്, താങ്കൾ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന്. ബുദ്ധൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ കയ്യിലൊരു സമ്മാനപ്പെട്ടിയുണ്ട്.
അത് നീ വേറൊരു വ്യക്തിക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് കൊണ്ടു കൊടുക്കുമ്പോൾ ആ വ്യക്തി വേണ്ടാന്നാണ് പറഞ്ഞത്. നീ എന്തു ചെയ്യും? ആ വ്യക്തി പറഞ്ഞു, ആദ്യം ഞാൻ അവരത് വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കും. വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോളും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ബുദ്ധൻ ആ വാക്കുകളൊന്നും അംഗീകരിക്കാതെ ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവും അല്ലെങ്കിൽ ഇൻസൾട്ടും ഒക്കെ ആ വ്യക്തിക്ക് തന്നെയാണ് സ്വന്തം. ഒരുപക്ഷെ നമ്മെ മുൻപരിചയം പോലും ഇല്ലാത്ത വ്യക്തികൾ നമ്മെക്കുറിച്ച് മോശമായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഫണ്ണിയായിട്ട് മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു പറയുകയോ ചെയ്യാം. ഇൻസൾട്ടിനെ ഈ ഒരു വീഡിയോയിലുള്ളതുപോലെ നിങ്ങൾ റെസ്പോൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കുറേ പ്രോബ്ലംസിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.